എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് ഉള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ്, അത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകാം, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സൗഹൃദങ്ങളാകാം, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പുകളാകാം. അങ്ങനെയുള്ള ഏതൊരു റിലേഷൻഷിപ്പുകളെയും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത്, അങ്ങനെയുള്ള ഒരു ഓവറോൾ എനർജി റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഓരോ വീഡിയോസും കാണാനും ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Ten of Wands, Ace of Wands, Five of Wands, the Empress, the Death, King of Wands, Knight of Wands, Page of Swords, Six of Pentacles, King of Swords, Eight of Cups, Four of Swords, Two of Swords, Six of Swords, Nine of Cups. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ലൈഫിൽ, അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോബ്ലംസിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഓവറോൾ എനർജി റീഡിംഗ് ആയതുകൊണ്ട്, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസിലൂടെ പോകുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കരിയർ പരമായിട്ട് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസിലൂടെ ആയിരിക്കാം പോകുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിന്നെല്ലാം നിങ്ങളൊരു മൂവ് ഓൺ, അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പീരീഡിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് അങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്ക് വളരെയധികം, നമ്മൾ പറയുമല്ലോ, നമുക്ക് എന്താണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നൊരു രൂപവുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി കാണുന്നത്. ഇവിടെ ഈ ലാസ്റ്റ് റോയിൽ വന്നിരിക്കുന്ന ഈ എല്ലാ കാർഡുകളും നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ മടുത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം എല്ലാത്തിൽ നിന്നും എനിക്ക്, അതായത് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ നിങ്ങൾ ഒരുപാട് ഇവിടെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കഴിയുന്നില്ല. നിങ്ങൾ എന്നെക്കൊണ്ട് തനിയെ ഇത് മാറ്റാൻ കഴിയുന്നില്ല എന്നെല്ലാം നിങ്ങൾ വിചാരിച്ച് ആകെ വളരെയധികം ഡൗൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഏതൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊരു ഭയങ്കരമായൊരു വേദന തന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ സൗഹൃദങ്ങളാകാം, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്കൊരു പെയിൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അതുപോലെ ഫൈനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്ത് ഇത്രയും നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കരിയറിനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഒരു മോശമായ ഒരു സിറ്റുവേഷനിലൂടെ, അതുപോലെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഹെൽത്തിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പം ഇതിനെയെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് കയ്യിൽ നിർത്തി കൊണ്ടുപോകാനൊക്കെ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു കുറച്ച് കാലം മുന്നേ വരെ, അല്ലെങ്കിൽ ഈ ഒരു സമയം വരെ. അപ്പം ഇവിടെ എന്ന് പറയുമ്പം
നിങ്ങളെടുക്കുന്ന ആ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം ഓവർകം ചെയ്യണം. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എല്ലാത്തിനെയും ഒന്ന് സോർട്ട് ചെയ്ത് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാം ഭയങ്കരമായ രീതിയിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് അവിടെ യൂണിവേഴ്സ് അതിന് ഒരു എൻഡ് കൊണ്ടുവരുന്നു. അതായത് ഇവിടെ വരുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം ഒരു ചെറിയ ചേഞ്ച് അല്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രോബ്ലത്തിനും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നു. അപ്പം ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ചെറിയ മാറ്റം എന്നതല്ല ഇവിടെ വരുന്നത്. അത് മൊത്തത്തിൽ എൻഡായി നിങ്ങളുടെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എൻഡാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് നിങ്ങൾ മാറുന്നു. അപ്പം ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡാണത്. റീബർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒന്നും അറിയില്ല, അല്ലെ? വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കാം ഈ ഒരു ലോകത്തിലേക്ക് വരുന്നത്. അപ്പം യാതൊരു വിധത്തിലുള്ള ടെൻഷനുകളും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള ചിന്തകളും ഇല്ലാതെ ഈ ലോകത്തിലേക്ക് വരികയാണ് ആ കുഞ്ഞ്. അപ്പം അതേപോലെ അത്രയും നിഷ്കളങ്കമായിട്ട് നിങ്ങളും നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇപ്പം സ്പിരിച്വലി ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ചേഞ്ച് വരാൻ പോകുന്ന ഒരു പീരീഡാണ്. നമ്മളിവിടെ ഡെത്ത് കാർഡിനെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, അല്ലെങ്കിൽ ഒരു ലൈഫിലെ ഒരു വലിയ ട്രാൻസിഷൻ പീരീഡ് എന്നാണ് പറയുക. അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് വറി ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾ മാറി ഒരു ബെറ്റർ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു എനർജിയാണ് അവിടെ വരുന്നത്. അതുപോലെ ഇവിടെ വരുന്ന ഈ എംപ്രസ് കാർഡ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ലൈക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള അബണ്ടൻസും, അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ എംപ്രസിന് എല്ലാ തരത്തിലുള്ള, എംപ്രസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ റിച്ച് ആയിട്ട് വളരെയധികം ഒരു ഫെമിനൈൻ എനർജിയിൽ നിൽക്കുന്ന, എല്ലാ തരത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പം ഇവിടെ ഫെമിനൈൻ എനർജി എന്ന് ഞാൻ പറയുമ്പോൾ അത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണ് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജിയുടെ ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഇമോഷൻസിനെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അബണ്ടൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. നമ്മൾ അറിയാം, നമ്മൾ ഒരുപാട് വേദനയിലൂടെയൊക്കെ പോകുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി പെയിൻ. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ദൈവം നമ്മളെ കൈവിട്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല എന്നൊക്കെ. അപ്പം ആ ഒരു വേദനയിപ്പിക്കുന്ന ആ ഒരു പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ തരത്തിലും പ്രകൃതി, അല്ലെങ്കിൽ ദൈവം, നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ നേച്ചറിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്ത് പറയാം. അപ്പം ഫെമിനൈൻ എനർജി, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി, നേച്ചർ, അല്ലെങ്കിൽ ഡിവൈൻ എന്ന് പറയുന്നത് നമ്മളെ അതിലേക്ക് ഒരുക്കുകയാണ്. കാരണം നമ്മളൊരു ചൂസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം ആ ചൂസ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസിലേക്ക് നിങ്ങളെ അല്ലെങ്കിൽ എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള റെസ്പോൺസിബിലിറ്റി പ്രകൃതിക്കുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു പ്രത്യേക സമയത്ത്, അതായത് കുറച്ച് പീരീഡിലേക്കൊക്കെ വളരെയധികം പ്രോബ്ലംസിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഡെത്ത് വരുമ്പോഴും അത് തന്നെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഈ കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു സ്പിരിച്വൽ ട്രാൻസിഷൻ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്പിരിച്വൽ ട്രാൻസിഷൻ ആയിക്കോട്ടെ, സ്പിരിച്വലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അത് പറഞ്ഞത്. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പോകുന്ന ഏതൊരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസും മാറി ഏറ്റവും ബെസ്റ്റ്, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു എംപ്രസ് കാർഡും പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഇലകളൊക്കെ കിളിർത്തു തുടങ്ങുന്ന ഒരു ചില്ലയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ പറയുന്നതും അതാണ്, നിങ്ങളുടെ ലൈഫിൽ എല്ലാത്തിലും ഒരു പുതിയ തുടക്കമാണ്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന പാസ്റ്റ് നിങ്ങൾക്ക് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു പാസ്റ്റിനെ നിങ്ങൾ മറക്കുക എന്നല്ല, ലെറ്റ് ഗോ ചെയ്യുക. ആ ഒരു
പാസ്റ്റ് എനിക്ക് ഒരു ലെസൺ തന്ന, അല്ലെങ്കിൽ എനിക്കൊരു പാഠം തന്ന, ഞാൻ അതിൽ നിന്ന് എന്തോ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാഠം എനിക്ക് തന്ന ഒരു പീരീഡ് ആയിരുന്നു. ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് സറണ്ടർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങളെ നയിക്കും. അത് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇവിടെ കിങ് ഓഫ് വാൺസ് ആണ്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് കരിയറിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കരിയർ ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള, ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അത് ഏസ് ഓഫ് വാൺസിൽ പറയുന്നത് അങ്ങനെയാണ്. അതായത് ചിലപ്പോൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. അപ്പം എന്ത് തന്നെ ആയാലും ഒരു പുതിയ ആള്, അതായത് മാറ്റങ്ങളോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ആ ഒരു പേഴ്സൺ ഒരു ലോങ് ടൈം നിങ്ങളുടെ ലൈഫിൽ ഒരു നീണ്ട കാലയളവിലേക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു കിങ് ഓഫ് വാൺസിന്റെ മീനിങ്. അതുപോലെ നൈറ്റ് ഓഫ് വാൺസ് പറയുന്നതും അത് തന്നെയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാകാം. കുറച്ച് എന്താ പറയാ, അഡ്വഞ്ചറസ് ആയിട്ട് എന്നൊക്കെ പറയുമ്പം അറിയാലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ പേടിയെല്ലാം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പൊ അതിന് സമയമായില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ പോകുന്നു. അതായത് അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനേക്കാളൊക്കെ മുകളിൽ നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി, അതായത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു സ്പിരിച്വലി ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നന്മയെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, നിങ്ങളുടെ ഒരു സന്തോഷം ആഗ്രഹിക്കാത്ത പേഴ്സൺസ് ആരൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുന്ന ഒരു സമയവും കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം എല്ലാ കാര്യത്തിലും ഉള്ള ഒരു ട്രൂത്ത്, അതായത് അതിന്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ വില്ലിങ് ആയിരിക്കും. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ അതിലൊരു ആക്ഷൻ എടുക്കൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. അപ്പം എവിടെന്നെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരാളായിരിക്കില്ല. നിങ്ങൾ കൂടുതലായിട്ടും ഇങ്ങനെ എന്താണ് അത്, സത്യമാണോ അല്ലെങ്കിൽ അത് ട്രൂത്ത് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ചികഞ്ഞു പോയി അന്വേഷിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. അത് തന്നെ നിങ്ങളുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അപ്പം ഏതൊരു കാര്യത്തിലുമുള്ള അതിന്റെ ഒരു സോഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോസിനെ തെരഞ്ഞു പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അതും നമ്മളുടെ ഓപ്പൺ ഹാർട്ടോടെ, നമ്മളെ തുറന്ന മനസ്സോടെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയവും കൂടി ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കാർഡുകളിൽ ഈ ഒരു പേജ് ഓഫ് സോർട്സ് പറയുന്നത് അതുപോലെയാണ്. നിങ്ങൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നൊക്കെ നിങ്ങളൊരു സംസാരം, അദ്ദേഹം ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു സൗഹൃദമൊക്കെ ആയിരിക്കാം, നിങ്ങളുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയ ഒരു സൗഹൃദമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്കൊരു കോൺവെർസേഷൻ, അതൊരു സംഭാഷണമൊക്കെ നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഓഫർ ലെറ്റർ, അങ്ങനെയും കൂടി ആ ഒരു കാർഡിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ തരത്തിലും നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു വളരെ വലിയൊരു ചേഞ്ച്, അതായത് ഡെത്ത് കാർഡ് അങ്ങനെയാണ് പറയുന്നത്, ഒരു മൈനർ ചേഞ്ച് അല്ല, വളരെ മേജർ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പെയിൻ കംപ്ലീറ്റ്ലി എൻഡ് ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഇവിടെ ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസ് കാർഡിലും അത് തന്നെ പറയുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന
എന്ത് കാര്യം, അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അത് റിലേഷൻഷിപ്പിലേക്കായാലും നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് കാര്യം, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ കരിയറിൽ എല്ലാം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നമ്മൾ ഇപ്പോൾ ചില ആളുകൾ ജോലി ചെയ്യുന്നതൊക്കെ വളരെ ചെറിയൊരു സാലറി, നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ താഴ്ന്ന ഒരു നിലയിലായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറി നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, നിങ്ങൾ അവിടെ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള റിവാർഡായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അബണ്ടൻസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡൊക്കെ മീൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ 9 ഓഫ് കപ്സും അതുപോലെ തന്നെയാണ്. വളരെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നു. അത് ഏത് തരത്തിലും, ലവ് ആയിക്കോട്ടെ. കപ്സ് എനർജി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഇമോഷൻസ് ആണ് നമ്മൾ പറയുക. അപ്പോൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, ആ ഒരു പേഴ്സണെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ലൈഫിലേക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ഒരു ഓവറോൾ എനർജി. നിങ്ങൾക്ക് ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിലുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് ഇനി വരാൻ പോകുന്ന ആ ഒരു വളരെ വലിയ ഒരു അബണ്ടൻസിനെ, വളരെ വലുതെന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് അത് തന്നെയാണ്. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഈ എംപ്രസ് കാർഡിലുള്ള എംപ്രസ് എനർജിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പുറത്തുനിന്നൊരു അതായത് മറ്റൊരാളുടെ സഹായത്തോടെ നിലനിൽക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ കാര്യത്തിലും അവർ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളും വരാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ആ ഒരു അത്രയും ഹയർ എനർജി, അല്ലെങ്കിൽ അത്രയും ഹയർ ആയിട്ട് നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ വേദനയിലൂടെ എല്ലാം നിങ്ങളെ കൊണ്ടുപോയത്. അത് നിങ്ങൾക്കുള്ള ഒരു പ്രിപ്പറേഷൻ പീരീഡ്, നമ്മളെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വളരെ വലിയ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിനെല്ലാം റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം, അതായത് ഒരു പുതിയ തുടക്കം വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകണം. അപ്പം പുതുതായിട്ട് വരുന്ന ഒരു സാധനത്തിന് നമ്മൾ റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു കാര്യം പോയി അവിടെ ഒരു സ്പേസ് വരണം. അപ്പോൾ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ നിങ്ങളെ ഈ ഒരു വേദന, ഇവിടെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലൂടെ നിങ്ങളെ കൊണ്ടുപോയതും എല്ലാം. അപ്പം ഡിവൈൻ്റെ അനുഗ്രഹം വളരെയധികമുള്ള ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരുപാട് സോൾസ് ആണ് ഇത് കാണുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുകളിലാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുക, നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്താണോ ബെറ്റർ അതെനിക്ക് തരിക എന്ന് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം മുകളിലായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ കരുതി വെച്ചിട്ടുണ്ടാവുക. അതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നതും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു ഡിവൈൻ പവറിൽ, അല്ലെങ്കിൽ ഡിവൈൻ സോഴ്സിലേക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ സറണ്ടർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി.